ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിയായിട്ടുള്ള ഒരു ടൂത്ത് പേസ്റ്റ് കവറും അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്, അതുപോലെ തന്നെ നല്ല റിസൾട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടൂത്ത് പേസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ വലിച്ചെറിയാറാണ് അല്ലേ. അപ്പോൾ വെറുതെ ഇനി ആരും വലിച്ചെറിയണ്ട, അത് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാവും കൂടുതൽ നല്ലത്. അപ്പോൾ ഇത് നമ്മൾ സാധാ കഞ്ഞിവെള്ളമാണ്. പുളിച്ച കഞ്ഞിവെള്ളം ആകുമ്പോൾ ഒന്നുകൂടി വീര്യം കൂടും കേട്ടോ. പിന്നെ നമ്മുടെ ഈ കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കവറിൽ നമ്മളൊന്ന് ഞെക്കി പിഴിഞ്ഞ് കുറച്ച് കോൾഗേറ്റിൻ്റെ കവറാണ് കേട്ടോ, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു കത്രിക വെച്ചിട്ട് മുഴുവനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ടൂത്ത് പേസ്റ്റ് നമ്മൾ എത്രയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാലും നമ്മളിതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് അതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ കഴിഞ്ഞാലൊക്കെ പകുതിയിൽ കട്ട് ചെയ്തൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഈ ഒരു വശത്ത് നല്ല പോലെ തന്നെ ടൂത്ത് പേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കുമ്പം നല്ല പോലെ തന്നെ ആ ടൂത്ത് പേസ്റ്റ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ കളയുന്നതിന് മുൻപ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളിതാ ഒരുപാട് ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നല്ല പോലെ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ടൂത്ത് പേസ്റ്റ് ഈ കഞ്ഞിവെള്ളത്തിൽ നല്ല പോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടോ, നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഈ ട്യൂബിലുള്ളതൊക്കെ ഇതിലേക്ക് എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിത് സെയിം യൂട്യൂബിൽ കണ്ടത് തന്നെയാണ് കേട്ടോ. ആദ്യം നമ്മൾ വർക്കാവൂ എന്നുള്ളതൊന്ന് പരീക്ഷിച്ച് നോക്കിയിരുന്നു. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ ചെയ്തത്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലാണ് ചെയ്തത്. നല്ല എഫക്റ്റീവായിരുന്നു. സെയിം നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല റിസൾട്ടാണ്. നമുക്ക് ഒരുപാട് പൈസ ചിലവൊന്നുമില്ല. നമ്മൾ ടൂത്ത് പേസ്റ്റൊക്കെ ഇതുപോലെ കാലിയാവുന്ന ആ ഒരു സമയത്ത് ചെയ്താലും നമ്മൾ മാസത്തിൽ 1-2 തവണയൊക്കെ ഇതുപോലെ ചെയ്താലും നല്ല പോലെ തന്നെ റിസൾട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഒരു സ്പൂണ് ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ആണ് ഏറ്റവും നല്ലത്, കാരണം നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ നല്ല പോലെ തന്നെ മിക്സ് ചെയ്യാം. ഇനി ബേക്കിംഗ് സോഡ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 3 സ്പൂണ് ഉപ്പ് ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ്, പക്ഷേ ഉപ്പിനേക്കാളും ഒന്നുകൂടെ എഫക്റ്റീവായിട്ടുള്ളത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ആവശ്യത്തിന് നമ്മളിന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റീലിൻ്റെ കപ്പ്, ഗ്ലാസ്, അതുപോലെ തന്നെ സ്പൂണ്, തവി, നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് കളർ മങ്ങിയിട്ടുള്ള അതുപോലെ തന്നെ കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങൾ, നമ്മുടെ ഗ്ലാസ്, അതുപോലെ തന്നെ സെറാമിക്കിൻ്റെ പാത്രങ്ങളിൽ, ഫൈബറിൻ്റെ പാത്രങ്ങളിൽ, പ്രത്യേകിച്ച് വെള്ള കളറിലൊക്കെ പ്രത്യേകം പെട്ടെന്ന് അഴുക്ക് പിടിക്കും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ നമുക്കിത് കുറച്ച് സമയം ഇട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള ടിപ്പ് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് വാഷ് ബേസാണ്. നമ്മുടെ വാഷ് ബേസ് നല്ല പോലെ തന്നെ ഉച്ചിൽ പിടിച്ചിട്ടുണ്ട്. ഒരു കറുപ്പ് കളറിലുള്ള ഉച്ചിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല പോലെ തന്നെ കറ പിടിച്ചിട്ടുണ്ട്. ഈ വൈറ്റ് കളറൊക്കെ ഒരു ക്രീം കളറിൽ ആയിട്ടുണ്ട്. അത്രയും അഴുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെള്ളം നമ്മൾ നല്ല പോലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വീടൊക്കെ കുറച്ച് ദിവസം അടച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉള്ള ഒരു സീനാണ് കേട്ടോ. അതൊക്കെ നല്ല പോലെ തന്നെ അഴുക്ക് പിടിച്ചതൊക്കെ. അപ്പോൾ നമ്മൾ നല്ല പോലെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡോ അല്ലെങ്കിൽ വേറെ സോപ്പ് പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു വെള്ളം മാത്രം വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നില്ല. ഒരു തുണി വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ നല്ലപോലെ തന്നെ ഈ തുണി വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക. നമ്മൾ ടാപ്പിലൊക്കെ ഇതുപോലെ തന്നെ ഉരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് റിസൾട്ട് എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ഉരക്കുമ്പോൾ തന്നെ അത് നമുക്ക് പോയി കിട്ടുന്നുണ്ട്. അപ്പം ഇതിലും കറ പിടിച്ചതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല റിസൾട്ട് ആവും കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു ചളിയും കറയൊക്കെ നല്ല പോലെ തന്നെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ കറ പിടിച്ചിട്ടുള്ള അഴുക്ക് പിടിച്ചിട്ടുള്ള വാഷ് ബേസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ടാണ്. നമ്മൾ 100% ഉറപ്പുള്ളൊരു ടിപ്പ് തന്നെയാണിത്. അപ്പോൾ ഇതിലും കൂടുതലായിട്ടുള്ള കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഈ ഒരു ഭാഗത്ത് നല്ലപോലെ കറ പിടിച്ച ഭാഗത്ത് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ വെള്ളം ഒഴിച്ചുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്താൽ ഇത്രത്തോളം അഴുക്ക് പിടിച്ചതൊക്കെ നമ്മൾ ഇത്ര പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ
നല്ല പുത്തനായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വെള്ള കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ നമ്മൾ ബാത്റൂം ഒഴിവാക്കാറില്ല. ഇതുപോലെയുള്ള ടിപ്പൊക്കെ ചെയ്യുമ്പോൾ ബാത്റൂം നല്ല പോലെ തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല കറ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചുമരിലൊക്കെ ഒരു കറുപ്പ് കളർ തന്നെ ഒരു പൂപ്പൽ പോലെയോ അല്ലെങ്കിൽ ഒരു കറ പിടിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ട്. എല്ലായിടത്തും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം നല്ലപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു കറ നല്ലപോലെ പിടിച്ച ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കുഴൽക്കിണറിൽ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എത്ര ബാത്റൂം കഴുകിയാലും ആ ഒരു നമ്മളെ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ നല്ല പോലെ തന്നെ ഒരു മഞ്ഞ കളറിലുണ്ടാവും. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ ഒരു ഗ്ലാസ്സോളം നമ്മൾ ഈ ഒരു ബാത്റൂമിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മളൊന്നും ചെയ്യേണ്ട. നമ്മൾ ഈ ഒരു ബാത്റൂമൊക്കെ അല്ലാണ്ടൊക്കെ കഴുകി വരുമ്പോൾ ആ ഒരു സമയത്ത് നമ്മളിതൊന്ന് ഫ്ലഷ് അടിച്ചാൽ മാത്രം മതി. നമ്മൾ ഒരു 5 മിനിറ്റോളം ഈ ഒരു വെള്ളം ഇതിൽ വെക്കുക, ക്ലോസറ്റിൽ ഒഴിച്ച് വെക്കുക. അതിനുശേഷം ഫ്ലഷ് അടിക്കുമ്പോഴുള്ള റിസൾട്ട് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു വെള്ളം ഒഴിച്ച സ്ഥലത്ത് ഒരു ചകിരിയുടെ നാര് വെച്ചിട്ട് നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലും സോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിഷ് വാഷോ ലിക്വിഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബാത്റൂം കഴുകുന്നതൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു വെള്ളം മാത്രം വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. കണ്ടോ, നല്ല വെള്ള കളർ തന്നെ വാളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കറിയൊക്കെ പെട്ടെന്ന് പോവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത്. അപ്പോൾ നല്ല പോലെ തന്നെ ഉച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വാഷ് ബേസിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം ഒഴിച്ച് വെക്കുക. അതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നല്ല പോലെ തന്നെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് തറയിലും സെയിം ആയിട്ട് തന്നെ ഇതുപോലെ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ച് അധികമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ആവശ്യത്തിനൊക്കെ നമുക്ക് യൂസ് ആക്കാം. പിന്നെ നമുക്കറിയാമല്ലോ വാഷ് ബേസൊക്കെ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ ഇത് മതി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാര്യമായിട്ട് നമുക്ക് ബാത്റൂമും നമ്മുടെ പാത്രം കഴുകാനുമാണ് ഈ ഒരു വെള്ളം കൂടുതലായിട്ട് ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുളിച്ച കഞ്ഞിവെള്ളമാണെന്നുണ്ടെങ്കിൽ ഇതിലും അടിപൊളിയായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മൾ ബാത്റൂമൊക്കെ കറ പിടിച്ച ഭാഗത്തൊക്കെ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി ക്ലോസറ്റിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇതൊന്ന് ഫ്ലഷ് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഴൽ കിണറിലെ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം, ബാത്റൂമിലൊക്കെ മഞ്ഞ കറ പിടിച്ച് എപ്പോഴും ഉണ്ടാവും. നമ്മൾ ആ ഒരു വെള്ളത്തിലൊക്കെ ആ ഒരു ക്ലോസറ്റിലുള്ള വെള്ളത്തിലൊക്കെ ഒരു മഞ്ഞ കളർ ഉണ്ടാവും. അപ്പോൾ നമ്മളത് കഴുകാത്തത് കൊണ്ടല്ല, ആ ഒരു വെള്ളം നിൽക്കുന്ന ആ ഒരു കറയാണത്. അപ്പോൾ നമ്മൾ ഒരു തവണ ഫ്ലഷ് അടിച്ചപ്പോൾ തന്നെ കണ്ടോ ഇത്രയും വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ ഒന്ന് ഒഴിച്ച് ഫ്ലഷ് അടിച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ നമ്മളിതിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പാത്രങ്ങൾ ഗ്ലാസ്സുകളൊക്കെ നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ആ കറയൊക്കെ പോയി ഒന്നും കൂടി ഒരു തിളക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി കാണിക്കുന്നുണ്ട് എത്രത്തോളം അതിൽ റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. കണ്ടോ, ഇതിന് നല്ലൊരു ഗ്ലേസിങ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അതുപോലെ അഴുക്ക് പിടിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളർ കിട്ടും. സ്റ്റീലിനൊക്കെ നല്ല കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി റിസൾട്ട് തന്നെയായിരുന്നു. ഇനി നമ്മുടെ സിങ്ക് നല്ല പോലെ തന്നെ കറ പിടിച്ചിട്ടുണ്ട്. നമ്മൾ കാണിച്ചു തരാം കേട്ടോ, വെറുതെ നമ്മൾ പറയല്ല. അപ്പോൾ എത്രത്തോളം അഴുക്കുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ സിങ്കിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സിങ്കിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ടോ, ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ എത്രത്തോളം അഴുക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി. നമ്മൾ കമ്പി സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് ഒരുപാട് വരച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്തപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഈ സിങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ഉരച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ അടിഭാഗത്തുള്ളത് കൂടി നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ച് നല്ല പോലെ തന്നെ ഉരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൂത്ത് പേസ്റ്റിലുള്ള ഒരു പത ആണ് കേട്ടോ ഇത്. നമ്മൾ ആ ഒരു അടിവശത്ത് കുറച്ച് ടൂത്ത് പേസ്റ്റ് പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല പോലെ തന്നെ ഉരച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കമ്പിയുടെ സ്ക്രബ്ബർ വെച്ചിട്ടും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്.
ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ടിപ്പായിട്ട് തോന്നി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടാണ്. നമ്മൾ പ്രത്യേകിച്ച് ബാത്റൂമും അതുപോലെ തന്നെ നമ്മുടെ സിങ്കും, പാത്രം കഴുകുന്ന സിങ്കും നല്ല പോലെ തന്നെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്റ്റീലിൻ്റെ കളർ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ നമ്മൾ നേരത്തെ കറ പിടിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് കണ്ടോ, ആ ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട്. നല്ല പോലെ തന്നെ ആ ഒരു സ്റ്റീലിൻ്റെ കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു ഭാഗത്തൊക്കെ മഞ്ഞ കളറായിരുന്നു, അതൊക്കെ പോയി നല്ല പുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്